സഹാരി റേസ് പ്ലേസിൻ്റെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇലക്ട്രോണിക്സിൽ മെഷർ ചെയ്യാനായിട്ട് എല്ലാ കാര്യങ്ങളും ആംപ്ലിറ്റ്യൂഡ്, വോൾട്ടേജ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇൻസ്ട്രുമെൻറ്റ്സ്. അപ്പോൾ ആ ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ ക്ലാസിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ്. Measuring instruments are classified into deflection and none type based on how they indicate the measured quantity. മെഷേർഡ് ക്വാണ്ടിറ്റിയെ എങ്ങനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെ ആശ്രയിച്ച് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു, ഡിഫ്ലക്ഷൻ ടൈപ്പും നൾ ടൈപ്പും. അപ്പോൾ പേരിൽ നിന്ന് തന്നെ മനസ്സിലാവാം, ഡിഫ്ലക്ഷൻ ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു സാധനം ഡിഫ്ലക്റ്റ് ചെയ്തു വരുന്നതിനനുസരിച്ചായിരിക്കും അതിൻ്റെ മെഷർമെൻറ്റ്സ്, അതാണ് ഡിഫ്ലക്ഷൻ ടൈപ്പ്. നൾ ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കാം, അവിടെ ഡിഫ്ലക്ഷൻ ഒന്നും ഇല്ല, അതാണ് നൾ ടൈപ്പ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ വർക്കിംഗ് പറയാം. Deflection instruments directly measure by translating input into pointer movement. എക്സാമ്പിൾ അമീറ്റർ. ഇവിടെ തന്നെ അമീറ്ററിൻ്റെ ഒരു പടം കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഒരു പോയിൻ്ററും കൊടുത്തിട്ടുണ്ട്. ഈ പോയിൻ്റർ ഈ ബാക്ക് സൈഡിലുള്ള ഡയലിൻ്റെ പുറത്തുകൂടെയാണ് മൂവ് ചെയ്യുന്നത്. ഇത് മൂവ് ചെയ്ത് എത്രയാണോ നമ്മൾ ഇവിടെ ഇൻപുട്ടിൽ കൊടുക്കുന്ന വാല്യൂ, ആ വാല്യൂവിനനുസരിച്ച് ഈ പോയിൻ്റർ സ്റ്റേബിൾ ആവും. അപ്പോൾ എന്താണ് ചെയ്യുന്നത്, ഈ പോയിൻ്റർ ഇൻഡിക്കേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 0 മുതൽ ഇപ്പോൾ 20 മില്ലി ആംപിയർ ആണ് നമ്മളിവിടെ കൊടുക്കുന്നതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ പോയിൻ്റർ മൂവ് ചെയ്ത് ഈ 20 അല്ലെങ്കിൽ 40 എത്ര നമ്മൾ കൊടുക്കുന്ന വാല്യൂ, ആ ഒരു വാല്യൂവിൽ ഇത് വന്ന് നിൽക്കും. അതാണ് ഡിഫ്ലക്ഷൻ ഇൻസ്ട്രുമെൻറ്റ്സ്. അടുത്ത നൾ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ് എൻഷുർ ഹൈ ആക്യുറസി ബൈ ബാലൻസിങ് ഇൻപുട്ട് എഗെയിൻസ്റ്റ് എ നോൺ സ്റ്റാൻഡേർഡ് അണ്ടിൽ ദ ഡിഫ്ലക്ഷൻ ഈസ് 0. ഇതിനകത്താണെങ്കിൽ അവിടെ ഉള്ള മീറ്ററിൻ്റെ ഡിഫ്ലക്ഷൻ 0 ആയി ആണ് കാണിക്കുന്നത്. അതായത് അതിൽ ഒരു നോൺ വാല്യൂ കൊടുത്തിരിക്കും. ആ വാല്യൂ എന്താണെന്ന് നമുക്കറിയാം. എന്നാൽ നമുക്ക് അതിൻ്റെ അൺനോൺ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നോൺ വാല്യൂവിന് ഈക്വലൻ്റ് ആയിട്ട് അൺനോൺ വാല്യൂ വരുമ്പോൾ അതിനകത്തൊരു ഗാൽവനോമീറ്റർ കാണും. ആ ഗാൽവനോമീറ്റർ 0 കാണിക്കും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം. പൊട്ടൻഷ്യോമീറ്റർ ആണ് ഇതിനകത്ത് എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത്. പൊട്ടൻഷ്യോമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, വോൾട്ടേജ് മെഷർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് പൊട്ടൻഷ്യോമീറ്റർ. ഇവിടെ ഒരു വോൾട്ടേജ് നോൺ വാല്യൂ കൊടുത്തിരിക്കും, ഒരു നോൺ വാല്യൂ. ഇവിടെയാണ് അൺനോൺ വോൾട്ടേജ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു അൺനോൺ വോൾട്ടേജ് കൊടുത്തിരിക്കുകയാണ്. അപ്പം നമുക്ക് അറിയേണ്ടത് ഈ വാല്യൂ നമുക്കറിയാം. ഇപ്പോൾ ഒരു 5 വോൾട്ട് ആണ് നമുക്കറിയാം. ഇവിടെ ഒരു ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തിരിക്കും. അപ്പോൾ ഈ പൊട്ടൻഷ്യോമീറ്റർ അല്ലെങ്കിൽ ഈ പോയിൻ്റർ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ഗാൽവനോമീറ്ററിനകത്തുള്ള റീഡിങ്സ് മാറും. എന്നാൽ ഈ 5 വോൾട്ടിന് ഇക്വലൻ്റ് ആയിട്ട് ഉള്ള വോൾട്ടേജ് ഇവിടെ എത്തുമ്പോൾ, അതായത് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന 5 വോൾട്ടാണ്. എപ്പോഴാണോ ഈ പൊട്ടൻഷ്യോമീറ്റർ നമ്മൾ മൂവ് ചെയ്തിട്ട് ഇവിടെ ഈ മീറ്ററിലുള്ള റീഡിങ് 0 ആകുന്നത്, ആ സമയത്ത് നമുക്ക് മനസ്സിലാകും ഇവിടെ കൊടുത്തിരിക്കുന്ന അൺനോൺ വാല്യൂവും എത്രയായി എന്ന്, ഈ 5 വോൾട്ട് ആയിരുന്നു. ഇങ്ങനെയാണ് നൾ ടൈപ്പ് മീറ്റർ മെഷർ ചെയ്യുന്നത്. അതായത് നൾ ടൈപ്പ് മീറ്ററിലാണെങ്കിൽ അവിടെ മീറ്ററിന് മൂവ്മെൻ്റ് ഒന്നുമില്ല. മീറ്റർ എന്താണ് കാണിക്കുന്നത്, നൾ ഡിഫ്ലക്ഷനാണ് കാണിക്കുന്നത്. ആ നൾ ഡിഫ്ലക്ഷനിൽ നമുക്കൊരു നോൺ വാല്യൂ അകത്ത് കാണും. ആ നോൺ വാല്യൂവിന് എപ്പോഴാണോ അൺനോൺ വാല്യൂ ഈക്വൽ ആകുന്നത്, ആ സമയത്ത് പോയിൻ്ററിൻ്റെ ഡിഫ്ലക്ഷൻ 0 കാണിക്കുന്നു. അതാണ് നൾ ഡിഫ്ലക്ഷൻ. ഇനി ഡിഫ്ലക്ഷൻ ടൈപ്പും നൾ ടൈപ്പും തമ്മിലുള്ള കമ്പാരിസൺ. ഡിഫ്ലക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ് ആർ ഫാസ്റ്റർ, നൾ ടൈപ്സ് ആർ മോർ ആക്യുറേറ്റ്. അതായത് ഡിഫ്ലക്ഷൻ ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാസ്റ്റർ ആയിരിക്കും. നമ്മളിവിടെ ഇൻപുട്ട് കൊടുക്കുന്നു, ഇൻപുട്ട് കൊടുത്തപ്പോൾ ഉടനെ തന്നെ പോയിൻ്റർ മൂവ് ചെയ്യും. അതാണ് ഡിഫ്ലക്ഷൻ ടൈപ്പ്. നൾ ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ടൈം എടുക്കും. കാരണം എന്താണ്, അവിടെ ഒരു ബാലൻസിങ് നടക്കണം. ആ ബാലൻസിങ് നടക്കാനുള്ള ടൈം എടുക്കുമ്പോഴേക്കും അത് കുറച്ച് സ്ലോ ആയിരിക്കും, പക്ഷേ ദാറ്റ് ഈസ് മോർ ആക്യുറേറ്റ്. Deflection type instruments in the working principle. The measured quantity produces a deflection torque or force that moves the pointer, while a controlling system or spring provides a counter torque to bring it to a stop, providing a reading.
അപ്പോൾ എന്താ പറഞ്ഞത്, ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? മെഷേർഡ് ക്വാണ്ടിറ്റി പ്രൊഡ്യൂസസ് എ ഡിഫ്ലക്ഷൻ ഓർ ടോർക്ക് ദാറ്റ് ഈസ് എ ഫോഴ്സ് ദാറ്റ് മൂവ്സ് ദ പോയിന്റർ. നമുക്ക് ഏത് ക്വാണ്ടിറ്റി ആണോ മെഷർ ചെയ്യേണ്ടത് ആ ക്വാണ്ടിറ്റിയെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പോയിന്ററിൽ ഇവിടെ കണക്ട് ചെയ്യുന്നു. കണക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, അവിടെ ഒരു ഫോഴ്സ് ഉണ്ടാകും. അതായത് ഇതിനകത്ത് ഒരു പെർമനൻറ്റ് മാഗ്നറ്റ് ഉണ്ട്. ആ പെർമനൻറ്റ് മാഗ്നറ്റിനകത്ത് കോയിൽ ചുറ്റി വെച്ചിട്ടുണ്ട്. ആ കോയിൽ ചുറ്റി വെച്ചിരിക്കുന്നതിൻ്റെ എൻഡിലാണ് എന്തുള്ളത്, ഈ പോയിന്റർ ഉള്ളത്. അപ്പോൾ അതിനനുസരിച്ചാണ് അതിൽ എന്തുണ്ടാകുന്ന, ഒരു ഫോഴ്സ് ഉണ്ടാകുന്നത്. ആ ഫോഴ്സിനനുസരിച്ച് ഈ പോയിന്റർ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഡയലിൻ്റെ മുകളിൽ കൂടെ മൂവ് ചെയ്യും. എന്നിട്ട് എത്രയാണോ കറക്റ്റായിട്ടുള്ള റീഡിങ്സ് ആ എത്തുന്ന സമയത്ത് അവിടെ ഒരു കൺട്രോളിങ് ടോർക്ക് ആക്ട് ചെയ്തിട്ട് ആ ഒരു പോയിന്റർ അവിടെ നിൽക്കണം. നിന്നില്ല എങ്കിൽ ആ കറക്റ്റ് റീഡിങ് കാണിക്കാതെ ആ പോയിന്റർ അങ്ങ് കണ്ടിന്യൂസ് മൂവ് ചെയ്യൂലേ. അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു കൺട്രോളിങ് ടോർക്ക്. ആ കൺട്രോളിങ് ടോർക്ക് എന്ത് ചെയ്യുന്നു, ആ പോയിന്ററിനെ എത്രയാണോ റീഡിങ് എത്തുന്നത് അവിടെ പിടിച്ച് നിർത്തും. അങ്ങനെയാണ് ഡിഫ്ലക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ് വർക്ക് ചെയ്യുന്നത്. നോക്കിയേ, ഡിഫ്ലക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഈ ഡിഫ്ലക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ് ഫാസ്റ്റ് ആണ്, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും, ആൻഡ് കണ്ടിന്യൂസ് മെഷർമെൻ്റ് ആണ്. കണ്ടിന്യൂസ് മെഷർമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നേരത്തെ ഇതാ ഇവിടെ നിന്ന് 0 നിന്ന് 50, 100, 150, 200 ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്യും. അതാണ് കണ്ടിന്യൂസ് മെഷർമെൻറ്റ്. അപ്പം നമ്മൾ കൊടുത്താൽ ഉടൻ തന്നെ നമുക്ക് ഔട്ട്പുട്ട് കാണാനും പറ്റും. അതുകൊണ്ട് അതിനെന്തെന്ന് പറയാം, ഫാസ്റ്റ് ആണെന്നും പറയാം. പിന്നെ ലെസ് ആക്യുറേറ്റ് ഡ്യൂ ടു നീഡ് ഫോർ കാലിബ്രേഷൻ ആൻഡ് പൊട്ടൻഷ്യൽ എറേഴ്സ് ഇൻ റീഡിങ് ദ സ്കെയിൽ. അപ്പോൾ ഇതിനകത്ത് ചെറിയ മിസ്റ്റേക്കുകൾ വരാം. അതായത് നമ്മൾ കൊടുക്കുന്നത് ആ പക്ക ആ റീഡിങ് തന്നെ ആകണമെന്നില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ ഇൻസ്ട്രുമെൻറ്റും നമ്മൾ കണ്ടിന്യൂസ്ലി ഉപയോഗിച്ച് വരുമ്പോൾ അതിനകത്ത് മാഗ്നറ്റിക് പ്രോപ്പർട്ടിയാണ് ഇരിക്കുന്നത്. അപ്പം അതിനൊക്കെ പിന്നെ സ്പ്രിങ് ആണ്, അതിനെല്ലാം തേയ്മാനം സംഭവിക്കും. അതിനനുസരിച്ച് ചെറിയ ചെറിയ വേരിയേഷൻസ് വരും. അപ്പോൾ എന്ത് ചെയ്യണം, എപ്പോഴും കറക്റ്റ് റീഡിങ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, അതിനെ നമ്മൾ ഓരോ പ്രാവശ്യവും കാലിബ്രേറ്റ് ചെയ്യണം. പിന്നെ കൺസ്യൂംസ് എനർജി ഫ്രം എ സർക്യൂട്ട് ടു പ്രൊഡ്യൂസ് എ ഡിഫ്ലക്ഷൻ. ഇതിനകത്ത് സപ്ലൈ ഒന്നുമില്ല. അതായത് ഈ ഒരു ഗാൽവനോമീറ്റർ എന്ന് പറയുന്നതിനകത്ത് ആ ഗാൽവനോമീറ്റർ വർക്ക് ചെയ്യാനുള്ള സപ്ലൈ ഇല്ല. അതിന് വർക്ക് ചെയ്യാനുള്ള സപ്ലൈ എവിടെ നിന്നാണ് എടുക്കുന്നത്? നേരത്തെ പറഞ്ഞു, നമ്മൾ കണക്ട് ചെയ്യുന്ന സർക്യൂട്ടിൽ നിന്നാണ് അവിടെ ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ടോർക്ക് വരുന്നതെന്ന്. അതായത് നമ്മൾ കൊടുക്കുന്ന ക്വാണ്ടിറ്റിയിൽ നിന്ന് തന്നെയാണ് അത് എനർജി കൺസ്യൂം ചെയ്യുന്നത്. എക്സാമ്പിൾസ് എന്തൊക്കെയാണ് ഡിഫ്ലക്ഷൻ ടൈപ്പ് മീറ്റേഴ്സിൻ്റെ എക്സാമ്പിൾസ്? അമീറ്റർ, വോൾട്ട് മീറ്റർ, വാട്ട് മീറ്റർ, PMMC. PMMC എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പെർമനൻറ്റ് മാഗ്നറ്റ് മൂവിങ് കോയിൽ മീറ്റർ. നൾ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ്, അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞു. ദി അൺനോൺ ക്വാണ്ടിറ്റി ഈസ് ബാലൻസ്ഡ് അഗെയിൻസ്റ്റ് എ കാലിബ്രേറ്റഡ് സ്റ്റാൻഡേർഡ് ആൻഡ് ഇൻഡിക്കേറ്റർ ഗാൽവനോമീറ്റർ ഷോസ് വെൻ ദ ഡിഫ്ലക്ഷൻ ഈസ് 0. നേരത്തെ പറഞ്ഞതാണ്, ഒരു സപ്ലൈ വോൾട്ടേജ് നമുക്ക് നോൺ വാല്യൂ ആയിരിക്കും, അത് കണക്ട് ചെയ്തിരിക്കും. അതിനകത്തൊരു ഗാൽവനോമീറ്റർ കാണും, ഒരു പോയിന്റർ കാണും. നമ്മളത് മൂവ് ചെയ്യുമ്പോൾ എപ്പോഴാണോ നമ്മൾ കൊടുത്തിരിക്കുന്ന നോൺ വാല്യൂവിന് ഈക്വലൻ്റ് ആയിട്ട് അൺനോൺ വാല്യൂ എത്തുന്നത് ആ സമയത്ത് ഗാൽവനോമീറ്റർ കൂടെയുള്ള ഡിഫ്ലക്ഷൻ 0 ആയിരിക്കും. അതാണ് എന്ത്, നൾ ടൈപ്പ് ഇൻസ്ട്രുമെൻസിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. വിച്ച് സിഗ്നിഫിക്കൻസ് ദാറ്റ് ദി അൺനോൺ ആൻഡ് നോൺ വാല്യൂസ് ആർ ഈക്വൽ. Characteristics: extremely accurate and highly sensitive, as the indicator only needs to detect 0. Not measure the exact quantity. നമുക്ക് അതിനകത്തുള്ള ഡിഫ്ലക്ഷൻ എന്തേ കാണിക്കുള്ളൂ, 0 കാണിക്കുള്ളൂ. അല്ലാതെ നമുക്ക് നേരത്തെ പോലെ എന്ത് ചെയ്യാൻ പറ്റൂല, കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് മെഷർ ചെയ്തെടുക്കാൻ പറ്റത്തില്ല. ഈ നൾ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണെങ്കിൽ സ്ലോവർ ടു ഗെറ്റ് എ റീഡിങ് ഓഫൺ റിക്വയർ മാനുവൽ ബാലൻസിങ്. കാരണം എന്താണ്, മറ്റതിലാണെങ്കിൽ നമ്മൾ കൊടുക്കുന്നു, സപ്ലൈ കൊടുക്കുന്ന ഫോഴ്സിനനുസരിച്ച് പോയിന്റർ അവിടെ മൂവ് ചെയ്യുന്നു. ഇവിടെ അങ്ങനെയല്ല, നമ്മൾ ഏതാണോ നോൺ വാല്യൂ ആ വാല്യൂ ആയിട്ട് മറ്റേ വാല്യൂ എന്ത് ചെയ്യണം, ബാലൻസ് ചെയ്യാണ്. ഓരോ പ്രാവശ്യവും ബാലൻസ് ചെയ്ത് 0 ആവുമ്പോഴേ എന്ത് കാണത്തുള്ളൂ, 0 ഡിഫ്ലക്ഷൻ ആണ്, ഇതാണ് വാല്യൂ എന്നുള്ളത് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്ത് സംഭവിക്കും, അതിന് കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് സ്ലോവർ ടു ഗെറ്റ് എ റീഡിങ്, ഓഫൺ റിക്വയറിംഗ് മാനുവൽ ബാലൻസിങ്. കൺസ്യൂം ലിറ്റിൽ ടു നോ എനർജി ഫ്രം ദ സോഴ്സ് ഡ്യൂറിങ് നൾ കണ്ടീഷൻ. അതായത് നേരത്തെ പറഞ്ഞു എന്താണ്, ഡിഫ്ലക്റ്റിംഗ് ടൈപ്പ് ആണെങ്കിൽ ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഏതിൽ നിന്നാണ്, നമ്മൾ കൊടുക്കുന്ന സപ്ലൈയിൽ നിന്ന് തന്നെയാണ്. ഇവിടെ
അവിടെ നമ്മൾ കൊടുക്കുന്നതിൽ നിന്ന് യാതൊരു പവറും അത് കൺസ്യൂം ചെയ്യുന്നില്ല. പകരം അവിടെ എന്തേ നടക്കുന്നുള്ളൂ, നോൺ വാല്യൂവും അൺനോൺ വാല്യൂവും തമ്മിൽ അവിടെ ഒരു ബാലൻസിങ് ആണ് നടക്കുന്നത്. എക്സാമ്പിൾ, DC പൊട്ടൻഷ്യോമീറ്റർ, വീസ്റ്റൺസ് ബ്രിഡ്ജ്, ടാൻജന്റ് ഗാൽവനോമീറ്റർ. ഇതിനകത്ത് വീസ്റ്റൺസ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വീസ്റ്റൺസ് ബ്രിഡ്ജ് 4 റെസിസ്റ്റർ കണക്ട് ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ ഇടയിലൊരു ഗാൽവനോമീറ്റർ കാണും. അപ്പോൾ ഇത് 4 റെസിസ്റ്റർ PQRS. ഇതിൻ്റെ ബാലൻസ്ഡ് കണ്ടീഷൻ എന്താണ്? P/Q = R/S. ഈ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ഈ ഗാൽവനോമീറ്ററിൽ കൂടെയുള്ള കറണ്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ അതവിടെ ഒരു നൾ ഡിഫ്ലക്ഷൻ അല്ലേ കാണിക്കുന്നത്? അതുമാണ് വീസ്റ്റൺസ് ബ്രിഡ്ജ്. പിന്നെ ടാൻജന്റ് ഗാൽവനോമീറ്റർ. ടാൻജന്റ് ഗാൽവനോമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അതും നമുക്ക് കറണ്ട് മെഷർ ചെയ്യാൻ ഉപയോഗിക്കാം. പിന്നെ +2-ലൊക്കെ ഉണ്ട് എക്സ്പെരിമെൻ്റലി എർത്തിൻ്റെ ഹൊറിസോണ്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ അത് ടാൻജന്റ് ഗാൽവനോമീറ്റർ എങ്ങനെയാണ്? അതിൽ 2 മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള 2 മാഗ്നറ്റിക് ഫീൽഡ്. ഈ പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇടയിൽ നമ്മളൊരു മാഗ്നറ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേറ്റ് ചെയ്തിട്ട് അത് എപ്പോഴാണ് നിൽക്കുക? ഇതിൻ്റെ ഈ 2 ഫീൽഡിൻ്റെയും റിസൾട്ടൻ്റ് ആയിട്ടുള്ള ടാൻജൻ്റ് ആയിട്ടായിരിക്കും ആ മാഗ്നറ്റ് നിൽക്കുന്നത്. അതാണ് അങ്ങനെയാണ് എന്ത് വർക്ക് ചെയ്യുന്നത്? ടാൻജന്റ് ഗാൽവനോമീറ്റർ വർക്ക് ചെയ്യുന്നത്. അത് ടാൻജന്റ് ലോ ഒക്കെ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞത് എന്താണ്? ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട്, വോൾട്ടേജ് എന്നുള്ള കുറേ ക്വാണ്ടിറ്റീസ് നമ്മൾ മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഈ ഇൻസ്ട്രുമെൻറ്റ്സിനെ തന്നെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. എന്തൊക്കെയാണ് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? ഡിഫ്ലക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സും നൾ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സും. എന്താണ് ഡിഫ്ലക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ഏത് രീതിയിലാണോ അതിൻ്റെ വാല്യൂ കാണിക്കുന്നത് ആ രീതിക്കാണ് എന്താ പറയുന്നത്? ഡിഫ്ലക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്നും നൾ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്നും അതിനെ 2ആയി തിരിച്ചിരിക്കുന്നത്. മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഡിഫ്ലക്ഷൻ ആൻഡ് നൾ ടൈപ്പ് ബേസ്ഡ് ഓൺ ഹൗ ദേ ഇൻഡിക്കേറ്റ് ദ മെഷേർഡ് ക്വാണ്ടിറ്റി. എങ്ങനെയാണോ മെഷേർഡ് ക്വാണ്ടിറ്റിയെ കാണിക്കുന്നത് അതിനനുസരിച്ച് ഇൻസ്ട്രുമെൻസിനെ 2ആയി തിരിച്ചിരിക്കുന്നു, ഡിഫ്ലക്ഷൻ ടൈപ്പ് ആൻഡ് നൾ ടൈപ്പ്. ഡിഫ്ലക്ഷൻ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഡയറക്ട്ലി മെഷർ ദ ട്രാൻസ്ലേറ്റിംഗ് ഇൻപുട്ട് ഇൻ ടു പോയിൻ്റർ മൂവ്മെൻറ്റ്. അതായത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് പോയിൻ്റർ മൂവ് ചെയ്യാനാണ് എടുക്കുന്നത്. അങ്ങനെ പോയിൻ്റർ മൂവ് ചെയ്തിട്ട് എത്രയാണോ കൊടുക്കുന്ന വാല്യൂ ആ വാല്യൂവിലെത്തുമ്പോൾ പോയിൻ്റർ നിൽക്കും. അതാണ് ഡിഫ്ലക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്. എക്സാമ്പിൾ അമീറ്റർ, വോൾട്ട്മീറ്റർ. ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? ഡിഫ്ലക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സിന് എക്സാമ്പിളാണ്. ഇവിടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ഫിഗർ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഒരു ഡിഫ്ലക്ഷൻ മില്ലി അമീറ്റർ ആണ്. ഇനി ഈ മില്ലി അമീറ്റർ എന്നൊക്കെ എങ്ങനെ അറിയാം? ഇതിൻ്റെ അകത്ത് ഒരു മില്ലി MA എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ താഴെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇട്ടിട്ടുണ്ട്. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഇത് DC കറണ്ട് മെഷർ ചെയ്യുന്ന മില്ലി അമീറ്റർ ആണെന്ന് മനസ്സിലാക്കാം. ഇനി ഇത് എവിടം തൊട്ട് എവിടം വരെ ഇത് മെഷർ ചെയ്യും? 0 to 100 മില്ലി ആംപിയർ വരെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഇതിനെ എത്രയായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? 20 ഡിവിഷൻസ് ഉള്ള 5 വലിയ ഡിവിഷനുണ്ട്. ഈ ഒരു 20 ഡിവിഷനെ വീണ്ടും 10ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇത് എന്ത് ചെയ്യുന്നത്? അതിൻ്റെ വാല്യൂ നമ്മൾ മെഷർ ചെയ്തെടുക്കുന്നത്. Null type instruments ensure high accuracy by balancing input against a non-standard until the deflection is 0. Null type instruments എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അറിയാവുന്ന ഒരു വാല്യൂ ആയിട്ട് അറിഞ്ഞൂടാത്ത വാല്യൂവിനെ താരതമ്യപ്പെടുത്തി അതിനെ ബാലൻസ് ചെയ്ത് അതിൻ്റെ ഡിഫ്ലക്ഷൻ 0 ആക്കിയിട്ട് മെഷർ ചെയ്യുന്ന ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് നൾ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ്. ആൻ എക്സാമ്പിൾ പൊട്ടൻഷ്യോമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വോൾട്ടേജ് മെഷർ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അറിയാൻ പാടില്ലാത്തൊരു വോൾട്ടേജ് നമ്മളിവിടെ കൊടുത്തിരിക്കും, അറിയാവുന്നൊരു വോൾട്ടേജ് കൊടുത്തിരിക്കും, ഒരു പൊട്ടൻഷ്യോമീറ്റർ കാണും, ഒരു ഗാൽവനോമീറ്റർ കാണും. ഇതിൻ്റെ മൂവ്മെൻറ്റ് നമ്മൾ മാറ്റുന്നതിനനുസരിച്ച് ഇതിൽ കൂടെ പോകുന്ന കറണ്ടിന്, അതായത് ഈ സപ്ലൈയിൽ നിന്നും ഇങ്ങോട്ട് പോകുന്ന കറണ്ടിന് വ്യത്യാസം വരും. അത് ഈ സപ്ലൈ ആയിട്ട് എപ്പോൾ ബാലൻസ് ആയി വരുന്നു ആ സമയത്ത് ഇതിനകത്തൂടെയുള്ള കറണ്ട് 0 കാണിക്കും. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? കൊടുത്തിരിക്കുന്നത് നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള ആ ഒരു വോൾട്ടേജിന് ഇക്വലൻ്റ് ആയിട്ടുള്ള സപ്ലൈ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഡിഫ്ലക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ് ആർ ഫാസ്റ്റർ, നൾ ടൈപ്പ് ആർ മോർ ആക്യുറേറ്റ്. ഡിഫ്ലക്ഷൻ ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന സപ്ലൈ
എന്ത് ചെയ്യുന്നു, അത് അതിനകത്തുനിന്ന് ഫോഴ്സ് ആക്കി അത് കൺവേർട്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ ആ പോയിൻ്റർ മുകളിൽ കൂടെ ഡിഫ്ലക്റ്റ് ചെയ്ത് വരും. അപ്പോൾ അത് പെട്ടെന്ന് വരും, ഫാസ്റ്ററാണ്. നൾ ടൈപ്പ് ആണെങ്കിൽ ഭയങ്കര ആക്യുറേറ്റ് ആണ്, പക്ഷേ എന്ത് ചെയ്യും, കുറച്ച് സമയമെടുക്കും. ഡിഫ്ലക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻസിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ: the measured quantity produces a deflection or torque that moves the pointer, while a controlling system provides a counter torque to bring it to a stop, providing a reading. നേരത്തെ പറഞ്ഞു ഞാൻ, നമ്മൾ സപ്ലൈ കൊടുക്കുന്നു, അതിനനുസരിച്ച് അതിനകത്തൊരു മാഗ്നറ്റും കോയിൽ അസംബ്ലിയാണ്, കോയിൽ അസംബ്ലി ആയിട്ട് ചേർന്നൊരു പോയിൻ്റർ ഇരിപ്പുണ്ട്. അപ്പോൾ ഈ കൊടുക്കുന്ന സപ്ലൈ അതിനകത്തുള്ള അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. അതിനകത്ത് എന്തുണ്ടാവും, ആ മാഗ്നറ്റിക് ഫീൽഡിനകത്ത് ആ കോയിൽ റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് അതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന പോയിൻ്റർ എന്ത് ചെയ്യും, പോയിൻ്റർ മൂവ് ചെയ്യും. മൂവ് ചെയ്ത് ഒരു നമ്മൾ കൊടുക്കുന്ന വാല്യൂവിനെ അടുത്തെത്തുമ്പോൾ അവിടെ ഒരു കൺട്രോളിങ് ടോർക്ക് ആക്ട് ചെയ്യും. ആ കൺട്രോളിങ് ടോർക്ക് എന്ത് ചെയ്യുന്നു, ഈ പോയിൻ്ററിനെ ആ ഒരു പെർട്ടിക്കുലർ വാല്യൂവിൽ തന്നെ പിടിച്ചു നിർത്തും. അതായിരിക്കും എന്ത്, നമ്മൾ മെഷർ ചെയ്യാൻ കൊടുക്കുന്ന വാല്യൂ. ആ കൗണ്ടർ ടോർക്ക് EMF അവിടെ കൊടുത്തില്ല എങ്കിൽ എന്ത് സംഭവിക്കും, പോയിൻ്റർ അങ്ങ് കണ്ടിന്യൂസ് മൂവ് ചെയ്തുകൊണ്ട് പോകും. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന വാല്യൂവിൽ എന്ത് ചെയ്യൂല, പോയിൻ്റർ നിൽക്കൂല. അതിന് വേണ്ടിയിട്ടാണ് അവിടെ ഒരു കൗണ്ടർ ടോർക്ക് കൊടുക്കുന്നത്. ഇനി ഡിഫ്ലക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്: ഫാസ്റ്റ് ആണ്, ഡയറക്റ്റ് ആണ്, ആൻഡ് കണ്ടിന്യൂസ് മെഷർമെൻ്റ് ആണ്. അത് നമുക്ക് മനസ്സിലാവും, കാരണം ഈ പോയിൻ്റർ ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ടിന്യൂസ് മെഷർ ചെയ്താണ് പോകുന്നത്. ഇനി ലെസ് ആക്യുറേറ്റ് ഡ്യൂ ടു ദ നീഡ് ഫോർ കാലിബ്രേഷൻ ആൻഡ് പൊട്ടൻഷ്യൽ എറേഴ്സ് ഇൻ റീഡിങ് ദ സ്കെയിൽ. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഉപയോഗം കാരണം അതിനകത്തുള്ള കോയിൽ അസംബ്ലി കുറച്ച് ലൂസ് ആവുക, വിയർ ആൻഡ് ടിയർ ഒക്കെ സംഭവിക്കും. അതൊക്കെ കൊണ്ട് അതിന് ചെറിയ ആക്യുറസിക്ക് കുറവുണ്ടാകും. അപ്പോൾ ആ ആക്യുറസി കുറയുന്നതിന് മാറ്റാനായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഒരു സ്റ്റാൻഡർഡൈസേഷൻ ഒരു മീറ്റർ വെച്ച് അതിനെ കാലിബ്രേറ്റ് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് കാലിബ്രേറ്റ് ചെയ്താൽ എന്തായിരിക്കും, ആക്യുറേറ്റ് ആയിട്ട് തന്നെ മെഷർമെൻറ്റ് കാണിക്കും. പിന്നെ കൺസ്യൂംസ് എനർജി ഫ്രം ദ സർക്യൂട്ട് ടു പ്രൊഡ്യൂസ് ദ ഡിഫ്ലക്ഷൻ. അതായത് നമ്മൾ ഈ ഒരു മീറ്റർ വർക്ക് ചെയ്യാനായിട്ട് അതിനകത്ത് സപ്ലൈ ഇല്ല. അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കൊടുക്കുന്ന സപ്ലൈ എന്താണോ അതിൽ നിന്ന് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, സപ്ലൈ എടുത്ത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും, നമ്മൾ കൊടുക്കുന്നതിൽ നിന്നുള്ള പവറാണത് കൺസ്യൂം ചെയ്യുന്നത്. ഇതിൻ്റെ എക്സാമ്പിൾ അമീറ്റർ, വോൾട്ട് മീറ്റർ, വാട്ട് മീറ്റർ. വാട്ട് മീറ്റർ എന്താണ്, പവർ മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മീറ്ററാണ് വാട്ട് മീറ്റർ. വാട്ട് മീറ്റർ ആൻഡ് PMMC ഇൻസ്ട്രുമെൻറ്റ്സ്, പെർമനൻറ്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെൻറ്റ്സ്. Null type instruments: the unknown quantity is balanced against a calibrated standard. An indicator or galvanometer shows when the deflection is 0, which signifies that the unknown and known values are equal. Unknown quantity അറിയാന്നുള്ളൊരു ക്വാണ്ടിറ്റി ആയിട്ട് ബാലൻസ് ചെയ്തിട്ട് അവിടെയുള്ള ഇൻഡിക്കേറ്റർ മീൻസ് ഗാൽവനോമീറ്റർ, അത് എന്ത് കാണിക്കണം, ഡിഫ്ലക്ഷൻ 0 കാണിക്കണം. അതാണ് നൾ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്: ഈ നൾ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ് ഹൈലി ആക്യുറേറ്റ് ആണ്, പക്ഷേ ഇത് കുറച്ച് സമയം എടുക്കും. കാരണം എന്താണ്, ഈ അറിയാവുന്ന വാല്യൂ ആയിട്ട് അത് ബാലൻസ് ചെയ്യാനായിട്ടുള്ള സമയം എന്തെടുക്കും, നൾ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ് എടുക്കും. ഇറ്റ് ഈസ് എക്സ്ട്രീംലി ആക്യുറേറ്റ് ആൻഡ് ഹൈലി സെൻസിറ്റീവ് ആസ് ദ ഇൻഡിക്കേറ്റർ ഓൺലി നീഡ്സ് ടു ഡിഫ്ലക്ട് 0 that detect 0 to measure the exact quantity. കറക്റ്റ് ക്വാണ്ടിറ്റി മെഷർ ചെയ്യാനായിട്ട് എന്താണ് ചെയ്യുന്നത്, അവിടെ ഡിഫ്ലക്ഷൻ ഒന്നും അല്ല ചെയ്യുന്നത്, അറിഞ്ഞൂടാത്ത ഒരു ക്വാണ്ടിറ്റി ആയിട്ട് ഈ ക്വാണ്ടിറ്റി ബാലൻസ് ചെയ്യുന്നു. ബാലൻസ് ചെയ്യുമ്പോഴേക്കും അവിടെ എന്ത് കാണിക്കും, നൾ ഡിഫ്ലക്ഷൻ കാണിക്കും. ഇനി സ്ലോവർ ടു ഗെറ്റ് ദ റീഡിംഗ്, ഓഫൺ റിക്വയറിംഗ് മാനുവൽ ബാലൻസിംഗ് എന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത്. കൺസ്യൂംസ് ലിറ്റിൽ ടു നോ എനർജി ഫ്രം ദ സോഴ്സ് ഡ്യൂറിങ് നൾ കണ്ടീഷൻ. ഇത് നമ്മൾ കൊടുക്കുന്ന സപ്ലൈ, അല്ലെങ്കിൽ നമുക്ക് മെഷർ ചെയ്യേണ്ട ക്വാണ്ടിറ്റിയിൽ നിന്നും യാതൊരു സപ്ലൈയും ഇത് എടുക്കുന്നില്ല. എക്സാമ്പിൾ എന്തൊക്കെയാണ്, DC പൊട്ടൻഷ്യോമീറ്റർ, വീസ്റ്റൺസ് ബ്രിഡ്ജ്, ടാൻജന്റ് ഗാൽവനോമീറ്റർ. DC പൊട്ടൻഷ്യോമീറ്റർ ഞാൻ നേരത്തെ പറഞ്ഞു. വീസ്റ്റൺസ് ബ്രിഡ്ജ്, ഇതാണ് വീസ്റ്റൺസ് ബ്രിഡ്ജ്. ഇതെന്താണ്, 4 റെസിസ്റ്റർ ബാലൻസിങ് കണ്ടീഷൻ ആണെങ്കിൽ ഇതുവഴിയുള്ള കറണ്ട് 0, അതാണ് വീസ്റ്റൺസ് ബ്രിഡ്ജ്. അതായത് P/Q = R/S എന്നുള്ള കണ്ടീഷൻ ആകുമ്പോൾ ഗാൽവനോമീറ്ററിൽ കൂടെയുള്ള കറണ്ട് എന്തായിരിക്കും, 0 ആയിരിക്കും. ഇതിൽ നിന്നും നമുക്ക് ഇതിനകത്ത് ഏത് റെസിസ്റ്ററിൻ്റെ വാല്യൂ ആണോ അറിഞ്ഞുകൂടാത്തത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പം നമുക്ക് P ആണ്
അറിഞ്ഞുകൂടാത്തത്. അതായത് പിയുടെ അവിടെ ഞാൻ എക്സ് ഇടുന്നു. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത്? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ പിക്ക് പകരം എക്സ് എന്നുള്ള വാല്യൂ ആണ് ഇട്ടത്. എക്സ് എസ് ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ആർ. എക്സ് ഇസ് ഈക്വൽ ടു ക്യൂ ആർ ബൈ എസ്. അഥവാ പി ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? ക്യൂ ആർ ബൈ എസ്. അപ്പോൾ ബാക്കി 3 റെസിസ്റ്ററിൻ്റെ വാല്യൂ നമുക്കറിയാം. അറിഞ്ഞുകൂടാത്ത ഒന്നിൻ്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനും പറ്റും. അടുത്തത് എന്താണ്? ടാൻജൻറ്റ് ഗാൽവനോമീറ്റർ. ടാൻജൻറ്റ് ഗാൽവനോമീറ്ററിൽ എങ്ങനെയാണ്? 2 മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഒന്ന് വെർട്ടിക്കൽ, ഒന്ന് ഹൊറിസോണ്ടൽ. അതായത് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള 2 മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മളൊരു മാഗ്നറ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് അവിടെ റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് ലാസ്റ്റായിട്ട് എന്ത് ചെയ്യും? അതിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് ഈ 2 മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും റിസൾട്ടൻ്റ് അതിൻ്റെ ടാൻജൻ്റ് ആയിട്ടായിരിക്കും നിൽക്കുന്നത്. അതുകൊണ്ടാണ് ടാൻജൻറ്റ് ലോ വെച്ചിട്ടാണ് എന്ത് വർക്ക് ചെയ്യുന്നത്? ടാൻജൻറ്റ് ഗാൽവനോമീറ്റർ വർക്ക് ചെയ്യുന്നത്. ഇനി ഫീച്ചേഴ്സ്, ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഫീച്ചേഴ്സാണ്. മെഷർമെൻറ്റ് ഡിഫ്ലക്ഷൻ ടൈപ്പിൽ എങ്ങനെയാണ്? ഡയറക്റ്റ് ആണ്. പോയിൻ്റർ ഡിസ്പ്ലേസ്മെൻറ്റ് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഡിഫ്ലക്ഷൻ ടൈപ്പിൽ മെഷർ ചെയ്യുന്നത്. നൾ ടൈപ്പിലാണെങ്കിലോ ബാലൻസിങ് എഗെയിൻസ്റ്റ് നോൺ വാല്യൂ, ഒരു നോൺ വാല്യൂ വെച്ചിട്ട് ബാലൻസ് ചെയ്യണം. നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളാണ് ഇതിനകത്ത് ഒരു കോളമാക്കി കൊടുത്തിരിക്കുന്നത്. എളുപ്പമുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഇപ്പം നമ്മളെല്ലാം നോട്ടെല്ലാം വായിച്ച് കഴിഞ്ഞാൽ എക്സാമൊക്കെ അടുത്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഫുൾ നോട്ട് പഠിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇതുപോലുള്ള പോയിൻറ്റ്സുകളൊക്കെ നമ്മൾ പെട്ടെന്നൊന്നും നോക്കി വെച്ച് കഴിഞ്ഞാൽ പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് റിവൈൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് മെമ്മറൈസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അടുത്ത ഇൻഡിക്കേറ്റിംഗ് പോയിൻറ്റ് വാല്യൂ ഈസ് റീഡ് ഫ്രം ദ സ്കെയിൽ പോയിൻറ്റ്. 0 റീഡിംഗ് ഡിറ്റക്ടർ നൾ പോയിൻറ്റ്. അതാണ് എങ്ങനെയാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ആക്യുറസി ജനറലി നമ്മുടെ ഡിഫ്ലക്ഷൻ ടൈപ്പിൻ്റെ ആക്യുറസി എന്ന് പറഞ്ഞാൽ കുറവായിരിക്കും. നൾ ടൈപ്പിലാണെങ്കിൽ ആക്യുറസി വെരി വെരി ഹൈ ആയിരിക്കും. സ്പീഡ് ഫാസ്റ്റ് റെസ്പോൺസ് ആണ്. മറ്റതിൽ കുറച്ച് ടൈം എടുക്കും. കാരണം എന്താണ്? അവിടെ ബാലൻസ് ചെയ്യണമല്ലോ. നോൺ വാല്യൂവും അൺനോൺ വാല്യൂ ആയിട്ടുള്ള ബാലൻസിങ് അവിടെ നടക്കണം. അടുത്ത എനർജി കൺസ്യൂം പവർ. എന്താണ്? നമ്മൾ കൊടുക്കുന്ന സപ്ലൈയിൽ നിന്ന് തന്നെ പവർ എടുത്തിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത് ഡിഫ്ലക്ഷൻ ടൈപ്പിൽ. നൾ ടൈപ്പിലാണെങ്കിലോ കൺസ്യൂംസ് നോ പവർ അറ്റ് നൾ. അടുത്ത എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ഡിഫ്ലക്ഷൻ ടൈപ്പിൽ വരുന്നത് വോൾട്ടിമീറ്റർ, അമീറ്റർ. നൾ ടൈപ്പിൽ വരുന്നതാണെങ്കിലോ വീസ്റ്റൺസ് ബ്രിഡ്ജ് ആൻഡ് പൊട്ടൻഷ്യോമീറ്റർ.